കടമെടുപ്പ് കേസിൽ സുപ്രീം കോടതിയിൽ കേരളത്തിനെതിരെ വീണ്ടും കേന്ദ്രം. കേരളം ഉയർത്തുന്ന വാദങ്ങൾ വസ്തുതാവിരുദ്ധമാണെന്ന് ധനമന്ത്രാലയം. കേരളം സ്വന്തമായി വരുമാനം ഉണ്ടാക്കുന്നില്ല, കേരളത്തിന് വരവിനേക്കാൾ ചിലവാണ് എന്നും കേന്ദ്ര സർക്കാർ. ബി ബാലഗോപാൽ തന്റെ വിവരങ്ങൾ നൽകും. ബാലു, കടമെടുക്കുന്നു പക്ഷെ തിരിച്ചടയ്ക്കാൻ ത്രാണിയില്ല. കേരളം ഏത് വാദങ്ങളാണ് ഉയർത്തുന്നതെങ്കിലും അത് വസ്തുതാവിരുദ്ധമാണ്, അതൊക്കെ പൊളിക്കാനുള്ള തെളിവുകൾ, രേഖകൾ കൈവശമുണ്ട് എന്നുള്ളതാണ് കേന്ദ്രം പറയുന്നത്. വാദപ്രതിവാദങ്ങളാണ് ഈ കേരളത്തിന്റെ കടമെടുപ്പ് കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് സുപ്രീം കോടതി രാവിലെ മുതൽ ഇപ്പോൾ വൈകിട്ട് വരെ നീണ്ടുനിന്നത്. ഇന്നും ഈ വാദം പൂർത്തിയായിട്ടില്ല. നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് വീണ്ടും വാദം കേൾക്കാമെന്നാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് അല്പസമയം മുമ്പ് ഈ കേസ് കേട്ടിരുന്ന ബെഞ്ച് എണീറ്റത്. ഏതായാലും കേന്ദ്രത്തിനെതിരെ കേരളത്തിനെതിരെ കേന്ദ്രവും രൂക്ഷമായ വിമർശനങ്ങളാണ്, പ്രത്യാരോപണങ്ങളാണ് ഉന്നയിച്ചിരുന്നത്. കേന്ദ്രം ഉന്നയിച്ചിരുന്ന പ്രധാനപ്പെട്ട വാദങ്ങൾ ഇവയാണ്. ഈ കേരളത്തിൽ വരവിനേക്കാൾ ചെലവാണ് എന്നതാണ് കേന്ദ്രത്തിന്റെ പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ ഈ കൃത്യമായ കണക്കുകളല്ല കേരളം ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വയ്ക്കുന്നതെന്നും ഒരു സംസ്ഥാനത്തിന് മാത്രമായി ഇളവ് നൽകാൻ വേണ്ടി കഴിയില്ല എന്നും കേരളത്തിന് സ്വന്തമായ വരുമാന മാർഗങ്ങളില്ല എന്നുമാണ് കേന്ദ്രം ചൂണ്ടിക്കാണിച്ചത്. ഒരു ഘട്ടത്തിൽ കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ കേരളത്തിൽ ഈ സർവീസ് അഥവാ സേവനം മാത്രം നടത്തുന്ന സർക്കാരാണ് ഉള്ളതെന്നും പെൻഷനും മറ്റ് കാര്യങ്ങളും, അതായത് ദൈനംദിന കാര്യങ്ങൾ മാത്രം നടത്തിക്കൊണ്ടാണ് കേരള സർക്കാർ മുന്നോട്ട് പോകുന്നതെന്നുമായിരുന്നു എന്ന ആരോപണവുമായിരുന്നു ഉന്നയിച്ചിരുന്നത്. കേരളത്തിന് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ കപിൽ സിബലും രൂക്ഷമായ വിമർശനം ഇന്ന് കേന്ദ്ര സർക്കാരിനെതിരെ ഉന്നയിച്ചു. കാരണം ഈ 2013 ധന ഉത്തരവാദിത്വ നിയമം നടപ്പാക്കാനുള്ള ബാധ്യത കേരളത്തിന് മാത്രമല്ല കേന്ദ്രത്തിനുമുണ്ട്. കേന്ദ്രം എന്നാൽ ഈ നിയമത്തിൽ അനുവദിച്ചതിനേക്കാളും വലിയ തോതിലുള്ള കടമാണ് എടുക്കുന്നത്. ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് ഉൾപ്പെടെ കേന്ദ്രം എടുക്കുമ്പോൾ കേരളത്തിന് അവകാശപ്പെട്ട ഈ കടമെടുപ്പ് പോലും അനുവദിക്കുന്നില്ല എന്നായിരുന്നു കേരളം ചൂണ്ടിക്കാണിച്ചത്. ഏതായാലും ഈ ഹർജിയിൽ നാളെയും സുപ്രീം കോടതിയിൽ വാദം തുടരുന്നതായിരിക്കും. ശരി, ബി ബാലഗോപാൽ വിവരങ്ങൾ നൽകിയത്.